ക്ലാസ്സിൻ്റെ 11th ലെസണായ ന്യായമന്ത്രി എന്ന ലെസൺ നോക്കാം. ന്യായ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്. ന്യായമന്ത്രി എന്ന ലെസൺ എഴുതിയത് ശ്രീ സുദർശൻ ആണ്. ഇപ്പോൾ ലെസൺ നോക്കാം. സന്ധ്യാ സമയ ഥ, സമയം സന്ധ്യയായി. ചാരോമോർ അന്ധകാർ ഭൈൽ ചുക്കാ ഥ, നാലുപാടും ഇരുട്ട് വ്യാപിച്ചു. ऐसे में किसी ने घर का दरवाज़ा खटखटाया, ഈ സന്ധ്യയായ സമയത്ത് ആരോ വന്ന് വാതിലിൽ മുട്ടി. ദർവാസ ഡോർ. കോൻ ഹേ? ബ്രാഹ്മൺ ശിശുപാലനെ പൂച്ച, ബ്രാഹ്മണനായ ശിശുപാലൻ ചോദിച്ചു ആരാണ്. അപ്പോൾ ശിശുപാലൻ്റെ വീട്ടിലാണ് ഈ ഡോറിൽ മുട്ടിയത്. ഏക് പർദേശി, ഒരു വഴിയാത്രക്കാരനാണ്. പർദേശി എന്ന് പറഞ്ഞാൽ മറ്റൊരു ദേശത്തുള്ള ആൾ, അതായത് ശിശുപാലൻ താമസിക്കുന്ന ആ പ്രദേശത്തുള്ളയല്ല, അടുത്ത ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ആളായിരിക്കും. അതുകൊണ്ടാണ് ആ പർദേശി എന്ന് പറയുന്നത്. ബാഹർസെ ആവാസായി, പുറത്തു നിന്ന ആൾ പറഞ്ഞു ഞാനൊരു പരദേശിയാണ്, അതായത് അടുത്ത ഗ്രാമത്തിലുള്ള ആളാണ്, വഴിയാത്രക്കാരനാണ്. ക്യാ മുझे രാത് കാട്ട്നെ കെ ലിയെ സ്ഥാൻ മിൽ ജായേഗ, എനിക്ക് ഈ രാത്രി ഒന്ന് കഴിച്ചുകൂട്ടാൻ സ്ഥലമൊന്ന് തരാൻ പറ്റുമോ, അതായത് അന്നത്തെ ദിവസം ഒന്ന് തങ്ങാൻ എനിക്ക് ഇവിടെ ഒരു സ്ഥലം തരുമോ. ശിശുപാലനെ ദർവാസ ഖോല, ശിശുപാലൻ ഡോറ് തുറന്നു. ഉൻകെ സാമനെ ഏക്ക് നവയുവക് ഖടാ ഥ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ഉन्होंने മുസ്കുരാക്കർ കഹാ യഹ് മേരാ സൗഭാഗ്യ ഹൈ, അതിഥി കെ ചരണോं से यह घर പവിത്ര ഹോ ജായേഗ, ആയിയെ പധാരിയെ. ഡോറ് തുറന്നിട്ട് ശിശുപാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, അതായത് നിങ്ങൾക്ക് ഒരു ദിവസം തങ്ങുവാനുള്ള സ്ഥലം തരിക എന്ന് പറയുന്നതും ഒരു അതിഥിയെ വീട്ടിൽ താമസിപ്പിക്കുക എന്ന് പറയുന്നതും എൻ്റെ ഒരു ഭാഗ്യമാണ്. അതിഥിക്ക് ചരണോം സേ യേ ഘർ പവിത്ര ഹോ ജായേഗ, അതിഥിയുടെ കാൽപാദങ്ങൾ ഏൽക്കുമ്പോൾ വീട് പവിത്രമായി തീരും. അതുകൊണ്ട് വരൂ, അകത്തേക്ക് വന്നാലും. അതിഥിക്കോ ലേക്കർ ശിശുപാൽ ഘർ കെ ഭീതർ ഗയെ, വീട്ടിനകത്തേക്ക്. ഭീതർ ഇൻസൈഡ്, അകവശം. ഭീതറിൻ്റെ ഓപ്പോസിറ്റ് ബാഹർ. അപ്പോൾ എന്ത് ചെയ്തു, ആ അപരിചിതനെയും കൊണ്ട് ശിശുപാലൻ വീട്ടിനകത്തേക്ക് പോയി. ശിശുപാലനെ അതിഥി കാ ആദർ സത്കാർ കിയ, വന്ന അതിഥിക്ക് ആവശ്യമായ എല്ലാ ഭക്ഷണ സാധനവും അയാൾക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു കൊടുത്തു. യഹ് ദേഖ് പർദേശി മുക്ത് ഹോഗെ, അതിൽ ആ പർദേശി, അതായത് ആ യാത്രക്കാരൻ അങ്ങ് ഭ്രമിച്ചുപോയി. അയാൾക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. മുക്ത് ഹോന എന്ന് പറഞ്ഞാൽ മയങ്ങിപ്പോവുക, അതായത് അദ്ദേഹത്തിൻ്റെ ആ അതിഥി സൽക്കാരത്തിൽ ആ അതിഥി അങ്ങ് ഭ്രമിച്ചുപോയി. ഭോജൻ ആദി സേ നിബട്ട് കർ ദോനോ ബാത്തേം കർണയിലകെ, ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം അവർ വർത്തമാനം പറയാൻ തുടങ്ങി, സംസാരിക്കുവാൻ തുടങ്ങി. ബാത് ദേശിക്ക് മൗജൂദ ന്യായ വ്യവസ്ഥ പർ ഹോ രഹി ഥി, ഇപ്പോൾ ആ രാജ്യത്ത് നടക്കുന്ന ജസ്റ്റിസിനെ കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. ശിശുപാൽ ബോൽ ഉഠേ ആജ്കൽ ബഡാ അന്യായ ഹോ രഹാ ഹെ, മേരാ തോ ഖൂൻ ഖൗൽ ഉഠ്താ ഹെ, ഈ ഇടയ്ക്കായിട്ട് വളരെയധികം എന്താണ് അന്യായം, ന്യായത്തിന് ഓപ്പോസിറ്റായ കാര്യം. അന്യായം എന്ന് പറഞ്ഞാൽ ഇൻജസ്റ്റിസ്, ന്യായവിരുദ്ധമായ കാര്യങ്ങൾ പലതും നമ്മുടെ രാജ്യത്തിപ്പം നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എൻ്റെ രക്തം തിളയ്ക്കുന്നു. പർദേശി ഈസ് ബാത്ത് സെ സഹമത് നാ ഥ, യാത്രക്കാരൻ അതിൽ യോജിച്ചില്ല. കുച്ച് ചിടുക്കർ ബോല, കുറച്ച് ദേഷ്യപ്പെട്ട് പറഞ്ഞു. ദോഷ് നിക്കാൽന ആസാൻ ഹെ പരന്തു കുച്ച് കർക്കെ ദിഖാന കഠിൻ ഹെ, ഒരു കാര്യത്തിൻ്റെ ഒരു ദോഷവശം, അതിൻ്റെ നെഗറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്ത് കാണിക്കുക, അപ്പോൾ അദ്ദേഹം അന്യായം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ന്യായം ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കാര്യത്തിൻ്റെ ദോഷവശം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം ശരിയായി ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ കഠിനമാണ്, പ്രയാസമാണ്. ശിശുപാൽ കെ ലിയെ യഹ് ഏക് ഖുലി ചുനൗത്തി ഥി,
ശിശുപാലന് ഈ ഒരു വെല്ലുവിളി എന്താണ്? ചുനൗത്തി, വെല്ലുവിളി. അതൊരു വെല്ലുവിളിയായിട്ട് ശിശുപാലന് തോന്നി. ബോലെ അവസർ മിലേ തോ ദിഖാ ദൂം കി ന്യായ് കിസേ കഹത്തെ ഹൈ. എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും കാണിച്ചു തരും എന്താണ് ന്യായം അഥവാ ജസ്റ്റിസ് എന്ന്. തോ ആപ് അവസർ ചാഹത്തെ ഹേ. എന്നാ താങ്കൾ അവസരം നോക്കിയിരിക്കുകയാണോ? അവസർ ചാഹത്താ ഹു. എനിക്കും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അത് തെളിയിക്കും. എനിക്ക് അവസരം വേണം. ഫിർ കോയി അന്യായ് നഹി ഹോഗ. പിന്നെ ഈ രാജ്യത്തൊരു അന്യായവും ഇൻജസ്റ്റിസും ഉണ്ടാകില്ല. ന്യായിൻ്റെ ഓപ്പോസിറ്റ് അന്യായ്. ബിൽക്കുൽ നഹി. കുറച്ചും ഉണ്ടാവില്ലേ എന്ന് ആ വഴിയാത്രക്കാരൻ ചോദിച്ചു. കോയി അപരാധി ദണ്ഡ് സേ ന ബച്ചേഗ. ഒരു കുറ്റവാളിയും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടില്ല. കദാപി നഹി. ഒരു പൊടിക്ക് പോലും ഇല്ലേ എന്ന് അദ്ദേഹം എടുത്ത് ചോദിക്കുന്നു. പർദേശീനെ മുസ്കുരാക്കർ കഹ യോ ബഹുത് കഠിൻ കാം ഹെ. അതൊരു വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. മേരെ ലിയെ കുച്ച് ഭി കഠിൻ നഹി. മേ ന്യായ് കാ ഡങ്ക ബജാക്കർ ദിഖാ ദൂങ്ക. എനിക്ക് ആ ഒരു കാര്യം അത്ര കഠിനമായിട്ട് തോന്നുന്നില്ല. ഡങ്ക ബജന എന്ന് പറയുന്നതൊരു മുഹാവരയാണ്. ശാസൻ കർണ എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഭരിക്കുക. അപ്പോൾ ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ന്യായം എന്താണെന്ന് ഭരിച്ച് കാണിച്ചു തരാം എന്ന് പറയുന്നു. സുബ ഉടുക്കർ പർദേശീനെ ശിശുപാൽക്കോ ധന്യവാദ് ദേക്കർ ഉൻസെ വിദാലി. രാവിലെ എഴുന്നേറ്റ് ആ വിദേശി എന്ത് ചെയ്തു? ശിശുപാലനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് പോയി. കുച്ച് ദിനോं बाद शिशुपाल का घर पूछते पूछते कुछ सिपाही आए और उनसे दरबार में चलने के लिए कहा. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശിശുപാലനെ അന്വേഷിച്ച്, അതായത് ബാക്കിയുള്ള ആൾക്കാരോട് ശിശുപാലൻ്റെ വീട് എവിടെയാണ്, ശിശുപാലൻ ആരാണ് എന്നന്വേഷിച്ച് എന്ത് ചെയ്തു? കുറച്ച് സിപ്പാഹി എന്ന് പറഞ്ഞാൽ സോൾജിയേഴ്സ് വന്നു, സൈനികർ അദ്ദേഹത്തെ അന്വേഷിച്ച് വന്നു. എന്നിട്ട് അദ്ദേഹത്തെയും ദർബാറിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതായത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുവാൻ പറഞ്ഞു. ശിശുപാൽ സഹം ഗയെ. ശിശുപാൽ പേടിച്ചുപോയി. വേ യഹിന സമജ് സക്കെ കി സമ്രാട്ടിനെ ഉനെ ക്യോം ബുലായാ ഹെ. രാജാവ് തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കഹീ ഉസ് പർദേശീനെ സമ്രാട്ട് സെ ഛൂട്ടി സച്ചി ശിക്കായത്ത് തോ നഹീ കർ ദി. യാത്രക്കാരൻ തന്നെക്കുറിച്ച് എന്തെങ്കിലും കള്ളം എന്തേലും രാജാവിനോട് ബോധ്യപ്പിച്ചോ എന്ന് എനിക്ക് അറിയില്ല. സോച്ച്തേ സോച്ച്തേ വേ സിപ്പാഹിയോ കെ സാത്ത് ചൽപ്പടെ. ആലോചിച്ച് അദ്ദേഹം ആ സൈനികരോടൊപ്പം പോയി. ദർബാർ മേ പഹുഞ്ച് കർ ശിശുപാൽ കാ കലേജ ധടക്നെ ലഗ. രാജാവിൻ്റെ ആ ദർബാറിലെത്തിയപ്പോൾ, ദർബാർ എന്ന് പറഞ്ഞാൽ രാജാവ് സദസ്സ് കൂടുന്ന സ്ഥലമാണ് ദർബാർ. ദർബാറിൻ്റെ മീനിങ് കോർട്ട് എന്നാണ്. അതായത് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന സ്ഥലമാണ് ഈ ദർബാർ. അവിടെ എത്തിയപ്പോൾ പേടി കാരണം ശിശുപാലിൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് മിടിക്കുവാൻ തുടങ്ങി. തബി സമ്രാട്ട് അശോക് മുസ്കുരാത്തെ ഹുയേ ബോലെ. അപ്പോൾ സമ്രാട്ട് അശോക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആപ്നെ മുझे പഹചാൻ ലിയാ ഹോഗ. താങ്കൾക്ക് എന്നെ മനസ്സിലായി കാണും. യാദ് ഹെ, ഓർമ്മയുണ്ടോ? ആപ്നെ കഹാ ഥാ കി യദി മുझे അവസർ ദിയാ ജായേ തോ മേ ന്യായ് കാ ഡങ്ക ബജാ ദൂങ്ക. താങ്കൾ പറഞ്ഞിരുന്നല്ലോ, ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താണ് ന്യായം അഥവാ ജസ്റ്റിസ് എന്ന് നിങ്ങളുടെ ഭരണത്തിലൂടെ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. മേ ആപ്കോ അവസർ ദേനാ ചാഹത്താ ഹും. താങ്കൾക്കൊരു അവസരം ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. ആപ് തയ്യാർ ഹെ. താങ്കൾ റെഡിയാണോ? ശിശുപാലിനെ ബഡി ശാന്തി സേ ഉത്തർ ദിയ. വളരെ ശാന്ത രൂപത്തിൽ ശിശുപാൽ പറഞ്ഞു, യദി സമ്രാട്ട് കി യഹി ഇച്ഛാ ഹെ തോ മേ തയ്യാർ ഹൂ. സമ്രാട്ടിന് ഇഷ്ടമാണെങ്കിൽ, അതാണ് താങ്കളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായും ഞാൻ റെഡിയാണ്. ബഹുത് ഠീക് ഹെ. കൽ സേ ആപ് ന്യായമന്ത്രി നിയുക്ത് ഹുവ. ശരി,
നാളെ മുതൽ നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ജസ്റ്റിസിൻ്റെ മന്ത്രി. सम्राट ने कहा और अपने हाथ से उतार രാജമുദ്ര ശിശുപാൽ കോ പഹനാ ദി. ഇത്രയും പറഞ്ഞ ഉടൻ തന്നെ സമ്രാട്ട് എന്ത് ചെയ്തു? തൻ്റെ കയ്യിൽ അണിഞ്ഞിരുന്ന രാജമുദ്ര ശിശുപാലിന് അണിയിച്ചു. अब शिशुपाल न्यायमंत्री थे. ഇനി മുതൽ ശിശുപാലാണ് ന്യായമന്ത്രി. उन्होंने राज्य की समुचित व्यवस्था करनी आरंभ की. അദ്ദേഹം രാജ്യകാര്യങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ തുടങ്ങി. ഉൻകെ സുപ്രബന്ധ സേ രാജ്യമേം പൂരി തര ശാന്തി രഹനെ ലഗി. അദ്ദേഹത്തിൻ്റെ കീഴിൽ രാജ്യത്ത് സമാധാനം നിലനിൽക്കാൻ തുടങ്ങി. കിസിക്കോ കിസി പ്രകാർ കാ ഭയ നഹീ ഥ. ആർക്കും ഒന്നിനെക്കുറിച്ചും ഒരു ഭയവും ഇല്ലായിരുന്നു, ഒരു പേടിയും ഇല്ലായിരുന്നു. ലോഗ് ഘരോं के दरवाजे तक खुले छोड़ देते थे. ആൾക്കാർ അവരുടെ വീട്ടിൻ്റെ വാതിൽ പോലും തുറന്നിട്ട് പോകാൻ തുടങ്ങി. അതായത് കള്ളന്മാരൊന്നും ഇല്ലാത്ത അവസ്ഥയായി തീർന്നു. ചാരോം തരഫ് ന്യായമന്ത്രിക്ക് സുപ്രബന്ധ് ഓർ ന്യായക്ക് ധൂം മച്ച് ഗയി. നാലുപാടും, അതായത് രാജ്യം മുഴുവനും ആൾക്കാർ ന്യായമന്ത്രിയുടെ ആ ഒരു മാനേജ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ പ്രശംസിക്കുവാൻ തുടങ്ങി. ഓർ ന്യായക്ക് ധൂം മച്ച് ഗയി. രാജ്യം മുഴുവനും ന്യായം ഉള്ള രീതിക്കാണ് പിന്നുള്ള കാര്യങ്ങളെല്ലാം നടന്നത്. അവിടെ ഒരു അന്യായങ്ങളും അഥവാ ഇൻജസ്റ്റിസും നടന്നില്ല. ലഗ്ഭഗ് ഏക് മഹീനെ ബാദ് കിസിനെ ഏക് പഹരേദാർ കി ഹത്യ കർ ദി. ഏകദേശം ഒരു മാസത്തിന് ശേഷം പഹരേദാർ കി ഹത്യ കി. പഹരേദാർ എന്ന് പറഞ്ഞാൽ വാച്ച്മാൻ, കാവൽക്കാരൻ. ആരോ ഒരാൾ വാച്ച്മാനെ കൊന്നുകളഞ്ഞു. സുബഹ് ഹോത്തേ ഹി യഹ് ബാത്ത് ചാരോ മോർ ഫൈൽ ഗയി. രാവിലെ ആയപ്പോഴേക്കും അത് എല്ലായിടവും അറിഞ്ഞു. ലോഗ് ബഡേ ഹൈരാൻ ഥേ. ആൾക്കാർ ആശ്ചര്യപ്പെട്ടു. ശിശുപാൽ കി തോ നീന്ത് ഹി ഉഡ് ഗയി. ശിശുപാലിൻ്റെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു. ഉനോനെ അപരാധി കാ പതാ ലഗാനെ മേ രാത് ദിൻ ഏക് കർ ദി. അദ്ദേഹം കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു. സമ്രാട്ട് ശിശുപാൽ സെ കാഫി പ്രസന്ന ഥേ. സമ്രാട്ട് അശോക് ശിശുപാലിനെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഉനോനെ അപരാധി കാ പതാ ലഗാനെ കെ ലിയെ ഏക് സപ്താഹ് കാ സമയ ദിയ. ഒരാഴ്ച കുറ്റവാളിയെ കണ്ടുപിടിക്കുവാനായിട്ട് അദ്ദേഹം കൊടുത്തു. ജബ് അപരാധി കാ പതാ ചലാ തോ ശിശുപാൽ ഭൗചക്കെ രഹ് ഗയേ. അപരാധി ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശിശുപാൽ ഞെട്ടിപ്പോയി. സ്വയം സമ്രാട്ടിനെ ഹി ഉസ് പഹരേദാർ കാ ഹത്യ കീ ഥി. സമ്രാട്ട് തന്നെയാണ് ആ വാച്ച്മാനെ കൊന്നത്. ഇതാണ് ശിശുപാൽ കണ്ടുപിടിച്ചത്. സമ്രാട്ട് കോ കേസെ അപരാധി ഘോഷിത് കിയാ ജായ്. സമ്രാട്ടിനെ എങ്ങനെയാണ് കുറ്റവാളിയെന്ന് പറയുക? पर न्याय की दृष्टि में सम्राट और साधारण व्यक्ति में कोई अंतर नहीं होता. ന്യായം എന്ന് പറയുന്നതിൻ്റെ മുന്നിൽ സമ്രാട്ടെന്നോ സാധാരണ വ്യക്തിയെന്നോ ഒന്നും ഇല്ല. എല്ലാവരും ഒരുപോലെയാണ്. ശിശുപാലിനെ അപ്ന കർത്തവ്യ നിശ്ചിത് കർലിയ. എന്താണ് തൻ്റെ കർത്തവ്യം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ശിശുപാൽ ശാന്തഭാവസെ ദർബാർമയായി. രാജാവിൻ്റെ ദർബാറിൽ ശിശുപാൽ വളരെ ശാന്ത രൂപത്തിൽ വന്നു. വളരെയധികം സമാധാനത്തോടെ അദ്ദേഹം ദർബാറിലെത്തി. സമ്രാട്ട് അശോക് സിംഹാസൻ പർ ബൈഠേ ഹുയേ ഥേ. സിംഹാസനത്തിലിരിക്കുകയായിരുന്നു നമ്മുടെ സമ്രാട്ട്. ഉനോനെ പൂച്ച. അദ്ദേഹം ചോദിച്ചു, അപരാധി കാ പതാ ചല. അപരാധിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അദ്ദേഹം ചോദിച്ചു. ന്യായമന്ത്രിനെ സാഹസപൂർവക് കഹ ജി ഹാ പതാ ചൽ ഗയ. വളരെയധികം ധൈര്യം സംഭവിച്ച് ന്യായമന്ത്രി പറഞ്ഞു, അതേ കിട്ടിയിട്ടുണ്ട്. തോ ഫിർ ഉസേ ഉപസ്ഥിത് കരോ. എങ്കിൽ പിന്നെ അയാളെ ഇവിടെ ഹാജരാക്കൂ. ന്യായമന്ത്രി കുച്ച് രുക്കെ. ന്യായമന്ത്രി ഒന്ന് നിന്നു. फिर एक उच्च अधिकारी को संकेत करते हुए बोले, धनवीर गिरफ्तार कर लो, मैं आज्ञा देता हूँ. संकेत सम्राट की ओर था. ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ന്യായമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ധൻവീർ എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥൻ്റെ പേര്. അപ്പോൾ ധൻവീർ ഗിരഫ്താർ കർലോ മേ ആജ്ഞാ ദേത്താ ഹും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യൂ എന്ന് ആ ഉന്നത ഉദ്യോഗസ്ഥന് ന്യായമന്ത്രി നിർദ്ദേശം നൽകി. സംകേത് സമ്രാട്ട് കി ഓർ ഥ. ആരെ ചൂണ്ടിക്കാട്ടിയാണ് ഈ പറഞ്ഞത്? സമ്രാട്ടിനെ. ദർബാർമേ നിസ്തബ്ധത ഛാ ഗയി. ദർബാറിൽ വളരെയധികം നിശബ്ദത നിറഞ്ഞു.
സമ്രാട്ട് കാ ചെഹര ക്രോധ് സെ ലാൽ ഹോ ഗയ. ദേഷ്യം കാരണം സമ്രാട്ടിൻ്റെ മുഖമങ്ങ് ചുവന്നു. വേ സിംഹാസൻ സെ ഉഠ് ഖഡേ ഹുയെ ഓർ ബോലെ ഇത്നാ സാഹസ്. സിംഹാസനത്തിൽ നിന്നും ചാടി എണീറ്റിട്ട് സമ്രാട്ട് ചോദിച്ചു, ഇത്രയ്ക്കും ധൈര്യമോ? ന്യായമന്ത്രിനെ ജയ്സെ കുച്ച് സുനാഹി നഹോ. പക്ഷേ ഇതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഭാവത്തിൽ ന്യായമന്ത്രി നിന്നു. ഫിർ ബോലെ, എന്നിട്ട് പറഞ്ഞു, ധൻവീർ ദേഖ്തേ ക്യാ ഹോ, അപരാധി കോ ഗിരഫ്താർ കർലോ. ധൻവീർ, നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്തിനാണ്? കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യൂ. ദൂസരെ ഹി ക്ഷൺ സമ്രാട്ട് കെ ഹാത്തോ മേ ഹത്കടി ഥി. അടുത്ത നിമിഷം സമ്രാട്ടിൻ്റെ കൈകളിൽ വിലങ്ങ് വീണു. ന്യായമന്ത്രിനെ കഹാ, അശോക്, तुम पर पहरेदार की हत्या का आरोप है, तुम इसका क्या उत्तर देते हो? ന്യായമന്ത്രി പറഞ്ഞു, അശോക് എന്ന് സംബോധന ചെയ്തു. കാരണം ഇപ്പോൾ അതൊരു കുറ്റവാളിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആ കാവൽക്കാരനെ കൊന്ന കുറ്റം ആരോപിക്കുകയാണ്. നിങ്ങൾ ഇതിന് എന്ത് ആൻസറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇതിന് മറുപടി പറയാനുള്ളത്? സമ്രാട്ട് കെ മൂസെ ഏക്ക് ശബ്ദ ബി ന നികല. സമ്രാട്ട് ഒരു കാര്യവും പറഞ്ഞില്ല. ന്യായമന്ത്രിനെ ഫിർ പൂച്ച, തോ തും അപരാധ സ്വീകാർ കർത്തേ ഹോ. അപ്പോൾ ന്യായമന്ത്രി ചോദിച്ചു, എന്നാൽ നിങ്ങൾ കുറ്റം ചെയ്തുവെന്ന് സമ്മതിക്കുകയാണോ? ഹാ, മേനെ ഉസെ മാര അവശ്യ ഹേ, പർ വഹ് ഉദ്ദണ്ഡ് ഥ. അതെ, ഞാൻ തീർച്ചയായും അയാളെ കൊന്നു, പക്ഷേ അയാൾ ഒരു ധിക്കാരിയായിരുന്നു എന്ന് സമ്രാട്ട് മറുപടി പറഞ്ഞു. വഹ് ഉദ്ദണ്ഡ് ഥ യാ നഹി, തുമ്നെ ഏക്ക് രാജകർമ്മചാരി കി ഹത്യ കി ഹെ. അയാൾ ധിക്കാരിയാണോ അല്ലയോ എന്നതല്ല, നിങ്ങളൊരു കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനെയാണ് കൊന്നത്. തും അപരാധിയോ, നിങ്ങൾ കുറ്റവാളിയാണ്. തുമേ മൃത്യുദണ്ഡ് ദിയാ ജാത്താ ഹെ, നിങ്ങൾക്ക് വിധിക്കുന്ന ശിക്ഷ മരണശിക്ഷയാണ്. ന്യായമന്ത്രിനെ അപ്നാ നിർണയ് സുനായ. ന്യായമന്ത്രി തൻ്റെ തീരുമാനം അറിയിച്ചു. സാരി സഭാമേ സന്നാട്ട ഛാഗയ. സഭ മുഴുവനും നിശബ്ദമായി. ന്യായമന്ത്രി കാ നിർണയ് സുൻ സമ്രാട്ടിനെ സിർ ചുക്കാലിയ. ന്യായമന്ത്രിയുടെ ആ ഒരു തീരുമാനം കേട്ട് രാജാവ് തലകുനിച്ചു. തഭി ന്യായമന്ത്രി കാ സങ്കേത് പാക്കർ ഏക് കർമ്മചാരി സമ്രാട്ട് അശോക് കി മൂർത്തി ലേക്കർ ഉപസ്ഥിത് ഹോ ഗയ. അപ്പോൾ ന്യായമന്ത്രി എന്ത് ചെയ്തു? ഒരാൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അശോക ചക്രവർത്തിയുടെ പ്രതിമ കൊണ്ടുവന്നു. ന്യായമന്ത്രിനെ ഖഡേ ഹോക്കർ കഹാ. ന്യായമന്ത്രി പറഞ്ഞു, സഭാജനോ യഹ് സച്ച് ഹേ കി അപരാധി കോ ദണ്ഡ് മിൽനാ ചാഹിയെ. കുറ്റവാളിക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കണം. പരന്തു അപരാധി ഓർ കോയി നഹി, സ്വയം സമ്രാട്ട് ഹെ. പക്ഷേ കുറ്റവാളി എന്ന് പറയുന്നത് നമ്മുടെ സമ്രാട്ട് തന്നെയാണ്. അതേവം മേ ആജ്ഞ ദേത്താ ഹൂ കി സമ്രാട്ട് കോ ചേതാവനി ദേക്കർ ഛോഡ് ദിയാ ജായ്. നമ്മുടെ രാജാവിന് ഒരു വാണിംഗ് കൊടുത്ത് നമുക്ക് വെറുതെ വിടാം എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു, തീരുമാനിക്കുന്നു. और उनके स्थान पर अशोक की इस मूर्ति को फांसी पर लटका दिया जाए, जिससे लोगों को शिक्षा मिले. അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ തൂക്കിലേറ്റിക്കൊണ്ട് ഞാൻ ആ തീരുമാനം നടപ്പാക്കുന്നു. ഇതിലൂടെ ആൾക്കാർക്കും ഒരു പാഠമാവും. അതായത് രാജാവായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കും എന്നുള്ള ഒരു പാഠം ഇതോടെ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടും. സഭ ന്യായമന്ത്രിക്ക് ജയ് ജയകാർ സേ ഗൂഞ്ചുഠി. ആ സഭ മുഴുവനും ന്യായമന്ത്രിക്ക് ജയ് വിളിച്ചു. ശിശുപാലിനെ രാജമുദ്ര സമ്രാട്ട് അശോക് കെ സാമനെ രഖ് ദി ഓർ ബോലെ. ശിശുപാൽ തനിക്കാദ്യം രാജാവ് ഒരു രാജമുദ്ര നൽകിയല്ലോ, അതിനെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാരാജ് യഹ് രാജമുദ്ര വാപ്പസ് ലേലെ. ഈ രാജമുദ്ര താങ്കൾ തിരിച്ച് സ്വീകരിച്ചാലും മുച്ചുസെ അബ് യഹ് ബോജ് നഹി ഉഠായ ജായക. ഈ ഒരു ഭാരം എനിക്കിനി ചുമക്കാൻ പറ്റില്ല. അശോകിനെ सम्मान भरी दृष्टि से उनकी ओर देखते हुए ഗദ്ഗദ് കണ്ട് സേ കഹ. വളരെ ഇടറിയ ശബ്ദത്തിൽ അശോക് വളരെ അഭിമാനത്തോടെ, വളരെയധികം ബഹുമാനത്തോടെ അദ്ദേഹത്തെ നോക്കിയിട്ട്, അതായത് ശിശുപാലിനെ നോക്കിയിട്ട് പറഞ്ഞു, ആപ്പിനെ മേരി ആംഖേം ഖോൽ ദി ഹെ. താങ്കൾ എൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. അതായത് താങ്കളിൽ നിന്നും എനിക്കൊരു പുതിയ പാഠം ലഭിച്ചിരിക്കുന്നു. ആപ്കാ
സാഹസ് പ്രശംസനീയ ഹെ, താങ്കളുടെ ആ ഒരു ധൈര്യം പ്രശംസിക്കേണ്ടത് തന്നെയാണ്. അബ് ഭാർ ആപ്കെ അതിരിക്ത് കോയി നഹി ഉഠാ സക്ത, ഈ ഒരു ഭാരം എന്ന് പറയുന്നത്, ന്യായമന്ത്രി എന്ന ഒരു സ്ഥാനത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്, അതായത് ന്യായമന്ത്രി എന്ന് പറയുന്ന ആ സ്ഥാനത്തിരിക്കാൻ താങ്കളാണ് യോഗ്യൻ. ഓർ ന്യായമന്ത്രി നിയുക്ത് ഹോഗെ, അങ്ങനെ അദ്ദേഹം വീണ്ടും ന്യായമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നു.